വി ഡി സതീശനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. വി ഡി സതീശൻ ഒരു ഈഴവ വിരോധിയാണ്. KPCC പ്രസിഡന്റായ സുധാകരനെ അവിടെ നിന്ന് മാറ്റാൻ കാരണം ഈഴവ വിരോധിയായ വി ഡി സതീശൻ എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം എന്താണ്? പരമപന്നൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരിടത്ത് പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രതിപക്ഷ നേതാവുണ്ടല്ലോ, എന്താ അദ്ദേഹത്തിൻ്റെ പേരെന്ന് ചോദിച്ചുകൊണ്ട് ഈ വേദിയിലിരിക്കുന്നവരുടെ അടുക്കലോട്ട് തിരിഞ്ഞു. അതൊക്കെ എന്നുവെച്ചാൽ ഇയാളുടെ പേര് പോലും ഞാൻ ഓർക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പരമപന്നൻ എന്ന് ഞാനിപ്പോഴും ഓർക്കുന്നത്. പരമപന്നൻ എന്ന് പറഞ്ഞാൽ പണ്ട് PC ജോർജിനെ ഇതുപോലെ ആരോ വിളിച്ചിട്ടുണ്ട്. PC എന്നാൽ പരമച്ചെറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. PC അതിന് കൊടുക്കേണ്ടവർക്ക് മറുപടി കൊടുക്കും, അത് വേറെ കാര്യം. അപ്പോൾ ഈ വി ഡി സതീശനുമായിട്ട് പണ്ട് വെള്ളാപ്പള്ളി അത്ര നല്ല രീതിയിലുള്ള പോക്കല്ല. ഇപ്പം വി ഡി സതീശനുമായി ഒരു സമുദായ നേതാക്കളും അങ്ങനെ വലിയ പരിഗണന നൽകാറില്ല. അതെന്താണ്? ഇദ്ദേഹം അങ്ങോട്ട് പരിഗണിക്കാത്തതാണോ അതോ ഇങ്ങോട്ട് പരിഗണിക്കാത്തത്? അല്ല, വി ഡി സതീശൻ അങ്ങനെ ഈ വെള്ളാപ്പള്ളി അടുക്കലൊന്നും പോയി അങ്ങനെ മുട്ടുകുത്താറില്ല. അല്ല, സുകുമാരൻ നായരും പരിഗണിക്കില്ല എന്ന് പറയുന്നു. പക്ഷെ ചിലർ പറയുന്നുണ്ട് സുകുമാരൻ നായരെ പോയി വളരെ രഹസ്യമായിട്ടും കാണുമെന്നും പറയുന്നുണ്ട്. രഹസ്യമായിട്ട് കാണുന്നുണ്ട്, പിന്നെ നമുക്കത് അറിയത്തില്ലല്ലോ. പക്ഷെ പുറമേ ഇവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിലാണ് വി ഡി സതീശൻ നിൽക്കുന്നത്. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സതീശൻ ലീഗിനെ സുഖിപ്പിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ തോന്നിയിട്ടുണ്ടോ നമുക്കിപ്പോൾ? കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സമയത്തിൽ നമ്മുടെ ലീഗ് എപ്പോഴും വി ഡി സതീശനെതിരായി രമേശന് അനുകൂലമായിട്ട് അങ്ങനെ ലീഗിനെ സുഖിപ്പിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഉന്നം എവിടെ വച്ചിരിക്കുകയാണെന്നറിയാമോ? വെള്ളാപ്പള്ളി ലീഗിലേക്കും മലപ്പുറത്തിലേക്കുമാണ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ വി ഡി സതീശനും കൂടെ ആ ഏറ് കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഉണ്ടല്ലോ വെള്ളാപ്പള്ളി ലീഗിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലീഗിനെയും മലപ്പുറത്തെയും കുറേ നാളായി നമ്മൾ കണ്ടതാണ്. മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് അതിനു മുമ്പ് ഇവർ പിണറായി ഒക്കെ ആയിട്ടുള്ളൊരു തിരക്കഥ തന്നെയാണ്. പിന്നെ പിണറായി പോയി അവിടെ ഇദ്ദേഹത്തിൻ്റെ 30ാം ഈ വാർഷികം ആഘോഷിക്കുന്നു, ഇദ്ദേഹത്തെ വാഴ്ത്തുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിണറായി ഇറക്കിയിരിക്കുകയാണ് ഈ വെള്ളാപ്പള്ളിയെ. കാരണം അത് എല്ലാ കാലത്തും പിണറായിക്ക് വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി ഇറങ്ങാറുണ്ട്. ശബരിമല യുവതീ പ്രവേശ സമയത്തും ഒക്കെ ഇറങ്ങിയില്ലേ, നവോത്ഥാന മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ മലപ്പുറത്തെയും ലീഗിനെയും ലക്ഷ്യം വയ്ക്കുമ്പോൾ അവിടുത്തെ ആ വോട്ടിനകത്ത് ഒരു ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളത് വരുന്നുണ്ട്. കാരണം മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് മുഴുവൻ കോൺഗ്രസിലേക്ക് പോകരുത് എന്നുള്ള രീതിയിലും എടുക്കുന്നുണ്ട്. അത് പിണറായി അറിഞ്ഞുകൊണ്ടുള്ള കളി തന്നെയാണ്. കാരണം ഇപ്പോൾ ഇനിയിപ്പോൾ LDF ഇതൊക്കെ വലിയ ആവേശമുണ്ടാക്കും. കാരണം അതിനിടയ്ക്കാണ് ഇപ്പോൾ പാലോട് രവിയുടെ ഒരു ഫോൺ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരാൻ പോകുന്നില്ല, LDF തന്നെ, പിണറായി തന്നെ 3ാം തവണയും വരും എന്നുള്ളത്. അത് LDF കേന്ദ്രങ്ങളിലൊക്കെ ഇപ്പോൾ വലിയൊരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. അത് പാലോട് രവിക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷ്യം ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ലീഗിനെ സുഖിപ്പിക്കുന്നു എന്നുള്ളത് അല്ല, ഈ മുസ്ലിം ലീഗിനെ ചൂണ്ടിക്കാട്ടി ഈ ഹൈന്ദവ ഭൂരിപക്ഷത്തിനിടയിൽ ഒരു ആശങ്ക ഉണ്ടാക്കാനാണ് വെള്ളാപ്പള്ളിയുടെ ശ്രമം. ഉണ്ടാകും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഈഴവ വോട്ടുകൾ കുറേയധികം ചിതറിപ്പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ മുസ്ലിം ലീഗിന് അപ്പോൾ ഇവരുടെ ഇടയിലുള്ള ആ ഹൈന്ദവ വോട്ടുകളെ മുഴുവൻ ഇങ്ങോട്ടേക്ക് വലിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഹൈന്ദവ വോട്ടുകൾ ഇവരിലേക്കും കോൺഗ്രസിലേക്ക് നിൽക്കുന്നതിനെയും കൂടി എങ്ങനെയെങ്കിലും മറിക്കുക എന്നുള്ളതാണ്. കാരണം ഈ കോൺഗ്രസിൽ നിന്ന് പൊതുവെ ക്രൈസ്തവരും NSS ഒക്കെ അകന്നു പോയതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ മുസ്ലിം ലീഗിനെ അമിത പ്രീണനം നടത്തുന്നു. പിന്നെ അതുപോലെ ഇവർക്ക് വലിയ സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ഇപ്പോൾ നോക്കിക്കോ, പാലോട് രവിയുടെ ഈ പ്രസ്താവനയുടെ പേരിൽ ഇടപെടാൻ പോകുന്ന ആരായിരിക്കും? ലീഗ് തന്നെ ഇടപെടും. കാരണം ലീഗ് ഇപ്പോൾ ഇത് ഹൈക്കമാൻഡിനെ അറിയിക്കും. അധികാരത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന. പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടായി. അതിനു മുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ടു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പോൾ ഇതിനെല്ലാം ഒരു ഇടിവുണ്ടാക്കുന്ന തരത്തിലാണ് കോൺഗ്രസിൻ്റെ തലസ്ഥാനത്തെ ഒരു മുതിർന്ന നേതാവ് തന്നെ ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയെന്ന് വരും. അപ്പോൾ അത് ലീഗിൻ്റെ ഒരു അമിത ഇടപെടലല്ലേ. ലീഗ് പല കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. അപ്പം ഇത് വെള്ളാപ്പള്ളി കറക്റ്റായിട്ട് എടുത്ത് കൊടുക്കും. ഇപ്പം ഇനി എല്ലാവരും കാത്തിരിക്കുന്ന സുകുമാരൻ നായരുടെ പ്രസ്താവന എന്തായിരിക്കുമെന്നാണ്. ഇത്തരം വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം ഈ UDF-നെതിരായി സംസാരിക്കുമ്പോൾ ഇനി അനുകൂലമായി സംസാരിക്കുമോ അതോ ഈ LDF-ന് അനുകൂലമായി? എനിക്ക് തോന്നുന്നില്ല. ഇപ്പം സുകുമാരൻ നായർ ഒന്നും മിണ്ടത്തില്ല കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മൾ സുകുമാരൻ നായരുടെ എന്തെങ്കിലും വർത്തമാനം കേൾക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. കുറേ നാൾ ഇനി ഇത് നിശബ്ദതയിലോട്ട് പോകും. എങ്ങനെയാണ് ഇത് എവിടെ വരെ പോകുമെന്ന് നോക്കും. കാരണം വെള്ളാപ്പള്ളി ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി, മലപ്പുറത്തെയും ലീഗിനെയും പറ്റി പറയാൻ തുടങ്ങിയിട്ട്. അത് ഈ പിന്നെ നമുക്കറിയാം, വെള്ളാപ്പള്ളി പണ്ടൊരു യാത്ര നടത്തിയല്ലോ, കേരളം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള ആ യാത്ര കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ BDJS ഒക്കെ രൂപീകരിച്ചത്. കേന്ദ്രത്തിൽ എന്തായാലും വെള്ളാപ്പള്ളിക്ക് അവിടെ ഒരു പിന്തുണ ഉണ്ട്, വീട്ടിനുള്ളിൽ തന്നെയുണ്ട്. ഇവിടെ കേരളത്തിൽ ഇദ്ദേഹത്തിന് രക്ഷകനായിട്ട് പിണറായിയും ഉണ്ടെന്നുള്ളതാണ്. എങ്ങനെയും UDF അധികാരത്തിൽ വരുന്നതിന് തടയിടുക എന്നുള്ളതാണ്. ഇന്ന് നോക്കിക്കോണേ, വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവനയും പാലോട് രവിയുടെ ഈ ഫോൺ സംഭാഷണവും എല്ലാം കൂടെ ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. അത് തന്നെ കോൺഗ്രസിൽ വലിയ ഇടിവ് സംഭവിച്ചിരിക്കുകയല്ലേ. കാരണം കോൺഗ്രസ് പ്രവർത്തകരിലും ഒക്കെ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയതാണ്. പിന്നെ തീർച്ചയായിട്ടും 2026 വരും, വലിയ ഭൂരിപക്ഷം ഉണ്ടാകത്തില്ല, ഭരണത്തിലേക്ക് എങ്ങനെയെങ്കിലും കടക്കാം. കാരണം LDF-ന് 3-ാം വട്ടം വരുന്നത് തടയാൻ വേണ്ടി കഴിയുമെന്നുള്ളത്. പക്ഷേ പിന്നെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തുള്ള രീതിയിലാണ് ആ ഫോൺ സംഭാഷണം എന്ന് പറയുന്നത്. BJP 60 സീറ്റിൽ കളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾക്കിതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി ഇത് പറയുമ്പോൾ വെള്ളാപ്പള്ളി ഇനിയും മലപ്പുറത്തെയും മുസ്ലിം ലീഗിനെയും പറ്റി പറയും. ലീഗ് ഇനി അങ്ങോട്ട് അമിത സ്വാതന്ത്ര്യം കാണിക്കാൻ തുടങ്ങും. അതുപോലെ സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പോഴും, അതുപോലെ ഇനിയിപ്പോൾ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ലീഗ് എത്രത്തോളം മന്ത്രിമാരെ ആവശ്യപ്പെടും, ഇനി മുഖ്യമന്ത്രി പദം വരെ വേണമെങ്കിൽ ലീഗ് പറയുന്നതായിട്ട് വെള്ളാപ്പള്ളി അങ്ങ് പറയും. വെള്ളാപ്പള്ളി പറയുമ്പോൾ തന്നെ ഈ ഉള്ള ഈഴവ വോട്ടുകൾ ഒക്കെ കോൺഗ്രസിനകത്ത് ഉണ്ടെങ്കിൽ, ഒരു കാലത്ത് ഈ കോൺഗ്രസ് ആണല്ലോ ഇതിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത്. ഈ 5-ാം മന്ത്രി വിവാദവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറുന്നത്. അല്ല, അത് ഉറപ്പായ കാര്യമല്ലേ. ഈ മുസ്ലിം ലീഗിനെ ഇത്രത്തോളം വളർത്തി പ്രീണിപ്പിച്ചു കൊണ്ടുവന്നത് ആരാണ്? ഇവർ തന്നെയാണ്. ഇപ്പം തന്നെ ഈ സമസ്തയൊക്കെ കയറി സർക്കാരിൻ്റെ മേൽ കാര്യങ്ങൾ ഒക്കെ നിയന്ത്രിക്കാനായിട്ട് വരുന്നത് എന്തുകൊണ്ട്? അത് കോൺഗ്രസ് അന്നേ തുടങ്ങി വെച്ചതാണ്. സ്കൂൾ സമയമാറ്റത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ അതിലും വെള്ളാപ്പള്ളി കയറി ഇടപെട്ടില്ലേ? വെള്ളാപ്പള്ളി അത് പറഞ്ഞു എങ്കിലും പിണറായി ഭരണത്തിനെതിരായിട്ടൊന്നും അല്ല അടിച്ചിരിക്കുന്നത്. അല്ല, അതും അന്ന് പറയുന്ന കേട്ടല്ലോ, എന്നെ എന്ത് കുന്തം പറഞ്ഞാലും കുഴപ്പമില്ല, കാന്തപുരം എന്നെ എന്ത് കുന്തം പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ പറയാനുള്ളത്. അല്ല, അതും ഒരു പിണറായിക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണല്ലോ. പിണറായി പറയാതെ വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ് കാന്തപുരത്തിനെതിരെ. അതെ. അപ്പൊ എന്തായാലും ഇത് വെള്ളാപ്പള്ളി തുടർന്നുകൊണ്ടിരിക്കും. വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവനയോടൊക്കെ നമ്മളങ്ങ് യോജിക്കും. കാരണം ലീഗ് അങ്ങനെ ഓവർടേക്ക് ചെയ്ത് കയറണ്ട, ഇത് വലിയ അപകടം ഉണ്ടാക്കും. UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ലീഗ് ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് വരുത്തി തീർക്കുകയാണ് വെള്ളാപ്പള്ളി. ഇത് പിണറായി വെള്ളാപ്പള്ളിയെ ഇറക്കിക്കൊണ്ടുള്ള ഒരു കളി തന്നെയാണ് ഇതിനകത്ത് നടക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.